അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 19ാമത്തെ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു താസിഅ അശർ അർ-റഫീഖുൽ അഅ്ല. മദീന പട്ടണം മരവിച്ചുപോയി. ചിലർ ബോധം കെട്ടുവീണു, ചിലർ വാവിട്ട് കരഞ്ഞു, ചിലർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കേട്ടത് ശരിയാണോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെന്നോ? ജീവിതത്തിൻ്റെ സന്തോഷമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ എങ്ങനെ ജീവിക്കും? ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തു ഉച്ചത്തിൽ പറഞ്ഞു, മുത്തുനബി വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യ ചുംബനം നൽകി. തിബ്ത ഹയ്യൻ വ മയ്യിത, അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ, അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ച് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു തആലയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. രംഗം ശാന്തമായി. സഫർ മാസം അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചത്. രോഗം കഠിനമായപ്പോൾ മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസമാക്കി. മസ്ജിദിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. വാ കർബ അബാ, ഉപ്പയുടെ വിഷമം. ലൈസ അല അബീക കർബുൻ ബഅദൽ യൗം, ഈ ദിവസത്തിനു ശേഷം എൻ്റെ ഉപ്പാക്ക് വിഷമമില്ല മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർ റഫീഖിൽ അഅ്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകം പോയി. ഹിജ്റ 11ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെയായിരുന്നു അത്. ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സ്വഹാബികൾ ഒരുമിച്ചുകൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ജനാസ നിസ്കരിച്ചു. വഫാത്തായ സ്ഥലത്തു തന്നെ ബുധനാഴ്ച രാത്രി മറവ് ചെയ്തു. മസ്ജിദുൻ നബവിയിൽ പച്ച കുബ്ബക്ക് താഴെ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇഹലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനും പരലോകത്ത് അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്കിനി ഭാഗ്യം നൽകണമേ. ആമീൻ. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദിർ റൂഹി വൽ ഖറജി. റബ്ബെ റൂഹ് പിരിഞ്ഞിടും മുന്നേ നബിയോരെ സിയാറത്തേകിടണേ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക് നഖ്റഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. വഫാത്തുൻ മരണം, ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ, സൈഫുൻ വാൾ, മയ്യിത്തുൻ മരിച്ചവൻ, ഖബ്ബല ചുംബിച്ചു, യഅ്ബുദു ആരാധിക്കുന്നു, ഫിർ റഫീഖിൽ അഅ്ല
ഉന്നതമായ കൂട്ടുകാരനിലേക്ക്. ഹുമ്മ പനി. സിയാറത്തുൻ സന്ദർശനം. അൽ ഖുബ്ബത്തുൽ ഖളറാ പച്ചക്കുബ്ബ. ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി ഭരണം നടത്തുന്ന ആൾ. ഷഫാഅത്തുൻ ശിപാർശ. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുതർജിം പരിഭാഷപ്പെടുത്താനാണ്. വാ കർബ അബാ ഉപ്പയുടെ വിഷമം. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. തിബ്ത ഹയ്യൻ വമയ്യിത്തൻ. അങ്ങ് ജീവിതത്തിലും മരണത്തിലും എത്ര സംശുദ്ധൻ. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നഖ്റ നമുക്ക് വായിക്കാം. 1. അറബി മാസങ്ങളുടെ പേരാണ് അവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ആഖിറ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. 2. ഏതാനും നിറങ്ങളുടെ അറബി നാമമാണ് അവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. അബിയദ് വെള്ള, അസ്വദ് കറുപ്പ്, അഹ്മർ ചുവപ്പ്, അസ്ഫർ മഞ്ഞ, അസ്റഖ് നീല. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതറിഞ്ഞപ്പോൾ മദീനയുടെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം: മദീന പട്ടണം മരവിച്ചുപോയി. ചിലർ ബോധം കെട്ടുവീണു, ചിലർ വാവിട്ടു കരഞ്ഞു, ചിലർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വിവരമറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉത്തരം: ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവനെ കൊന്നുകളയും. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ ജനങ്ങളെ ശാന്തരാക്കിയത് ആരാണ്? ഉത്തരം: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 4. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്? ഉത്തരം: ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ. 5. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവു ചെയ്തത്? ഉത്തരം: വഫാത്തായ സ്ഥലത്ത് തന്നെ മറവ് ചെയ്തു. 6. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. എവിടെ വെച്ച്? ഉത്തരം: ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ച്. 7. എന്തു പറഞ്ഞാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചത്? ഉത്തരം: ലൈസ അല അബീക കർബുൻ ബഅദൽ യൗം. ഈ ദിവസത്തിനു ശേഷം നിന്റെ ഉപ്പാക്ക് വിഷമമില്ല മോളെ. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഉരുവിട്ടതെന്ത്? ഉത്തരം: ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർ റഫീഖിൽ അഅ്ലാ. ഇനി നമുക്ക് അവസാന വർക്കിലേക്ക് പ്രവേശിക്കാം.
5. തഖ്സീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് ഒരു കൊച്ചു പ്രസംഗം തയ്യാറാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബിയുടെ വഫാത്ത് എന്ന വിഷയത്തിൽ 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റു നിന്നത്. ഹിജറ 11-ാം വർഷം സഫർ മാസത്തിലാണ് മുത്തുനബിക്ക് പനി ബാധിച്ചത്. മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെ മുത്തുനബി ആയിഷ ബീവിയുടെ വീട്ടിൽ താമസമാക്കി. പള്ളിയിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ചു. മുത്തുനബിയുടെ പ്രയാസം കണ്ട് മകൾ ഫാത്തിമ ബീവി കരഞ്ഞു. മുത്തുനബി ഫാത്തിമ ബീവിയെ സമാധാനിപ്പിച്ചു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ മുത്തുനബി ആയിഷ ബീവിയുടെ ശരീരത്തിൽ ചാരിയിരുന്ന് മിസ്വാക്ക് ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർ റഫീഖിൽ അഅല എന്ന് ചൊല്ലി പരലോകത്തേക്ക് യാത്രയായി. മുത്തുനബി വഫാത്തായി എന്ന വാർത്ത ഉൾക്കൊള്ളാൻ മദീനക്ക് സാധിച്ചില്ല. ചിലർ വാവിട്ട് കരഞ്ഞു, ചിലർ ബോധം കെട്ടു വീണു, മറ്റു ചിലർക്ക് സംസാരിക്കാൻ കഴിയാതെയായി. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞു, മുത്തുനബി വഫാത്തായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും. എല്ലാവരുടെയും സമനില നഷ്ടപ്പെട്ട സമയം. ഈ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അടുത്തെത്തി അന്ത്യചുംബനം നൽകി. തുടർന്ന് ജനങ്ങളിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുവെങ്കിൽ അദ്ദേഹം വഫാത്തായിരിക്കുന്നു. മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവന് മരണമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഉപദേശം കേട്ട് രംഗം ശാന്തമായി. തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. മുത്തുനബിയുടെ ജനാസ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. നിസ്കാരത്തിനു ശേഷം ബുധനാഴ്ച രാത്രി വഫാത്തായ അതേ സ്ഥലത്ത് മറവ് ചെയ്തു. അള്ളാഹു അവിടുത്തോടുകൂടെ നമ്മെയും സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.